പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉള്ളടക്ക വിവരങ്ങൾ പ്രതിഭാശാലിയായ കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. മറ്റു മനോഭാവത്തോടെ വീഡിയോയെ കാണാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് അസാധാരണമായ ബുദ്ധിശക്തിയുണ്ടെങ്കിൽ ശൈശവാവസ്ഥയിൽ തന്നെ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുഞ്ഞ് യഥാർത്ഥത്തിൽ കഴിവുള്ളവനാണെന്ന് തോന്നുന്നത് ശരിയാണ്. നിങ്ങളുടെ കുഞ്ഞിൽ അദ്ഭുത ഗുണങ്ങളുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഇനിപ്പറയുന്ന 16 അടയാളങ്ങൾ ശ്രദ്ധിക്കുക. അസാധാരണമായ ആശയവിനിമയവും ഭാഷാ വൈദഗ്ധ്യവും. നിങ്ങളുടെ കുഞ്ഞ് വ്യത്യസ്ത തരത്തിലുള്ള ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു, ചിരി മുതൽ കരച്ചിൽ വരെ. ഏകദേശം 12 മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ അവരുടെ ആദ്യ വാക്കുകൾ ഉച്ചരിക്കുകയും 18 മാസത്തിനുള്ളിൽ വാക്കുകളുടെ രൂപീകരണത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുട്ടി അവരുടെ സ്റ്റോറി സെഷനുകളിൽ വാക്കുകളിലും പുസ്തകങ്ങളിലും താൽപ്പര്യം കാണിക്കുകയോ അല്ലെങ്കിൽ 14 മാസം പ്രായമാകുന്നതിന് മുമ്പ് വാക്യങ്ങൾ രൂപപ്പെടുത്തുകയോ ചെയ്താൽ, ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പ്രതിഭാധനനായ കുഞ്ഞിന്റെ ആദ്യ ലക്ഷണങ്ങളാണ്. അസാധാരണമായ കഴിവുള്ള കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ ഒരു നിശ്ചിത സ്ഥലത്ത് എത്താൻ വാക്കാലുള്ള നിർദ്ദേശങ്ങൾ എളുപ്പത്തിൽ പിന്തുടരാനാകും. വൈകാരികമായി ശക്തമായ വ്യക്തിത്വം. കൂടുതൽ ബുദ്ധിശക്തിയുള്ള കുഞ്ഞുങ്ങൾ വൈകാരികമായി തീവ്രമാണ്. ഇതിനർത്ഥം അവർക്ക് പോസിറ്റീവ്, നെഗറ്റീവ് വികാരങ്ങൾ ശക്തമായി അനുഭവപ്പെടുകയും സങ്കീർണവും പക്വതയുള്ളതുമായ ചിന്ത ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നാണ്. നിങ്ങളുടെ കുഞ്ഞ് ഒരു പ്രതിഭാധനനാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ആളുകളുമായും വളർത്തുമൃഗങ്ങളുമായും എങ്ങനെ ശക്തമായി ബന്ധപ്പെടുമെന്ന് കാണുക. അത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ചിന്തകൾ തികച്ചും സാധാരണവും സുപ്രധാനവുമാണെന്ന് പറയുകയും വേണം. മുന്നറിയിപ്പ്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഭൂരിഭാഗവും അവരുടെ ചുറ്റുപാടുകൾ, ആളുകൾ, അവരുടെ വിവിധ ചലനങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ചെലവഴിക്കുന്നു. പ്രതിഭാധനനായ ഒരു കുഞ്ഞ് അവനെ അല്ലെങ്കിൽ അവളോട് പിടിച്ചിരിക്കുന്നതോ സംസാരിക്കുന്നതോ ആയ വ്യക്തിയുമായി കണ്ണ് സമ്പർക്കം പുലർത്തുന്നതായി തോന്നും. കുഞ്ഞ് ആരുടെയെങ്കിലും നേരെ തല തിരിക്കുകയും ശബ്ദത്തോടും പ്രവൃത്തികളോടും ഉടനടി പ്രതികരിക്കുകയും ചെയ്യാം. ഇത് ധാരണയുടെ വിപുലമായ തലത്തിലേക്കും നയിച്ചേക്കാം. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാനോ നിങ്ങളെ ചേർത്ത് പിടിക്കാനോ നിങ്ങളുടെ കുഞ്ഞ് ശ്രമിച്ചാൽ, ഇത് പിഞ്ചുകുട്ടികളിലെ ഉയർന്ന ബുദ്ധിശക്തിയുടെ വ്യക്തമായ സൂചനയാണ്. മറ്റുള്ളവയേക്കാൾ നേരത്തെ നാഴികക്കല്ലുകളിൽ എത്തുന്നു. അവൻ അല്ലെങ്കിൽ അവൾ പരസഹായമില്ലാതെ 4 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുമ്പായി ഇരുന്നുവോ? കുഞ്ഞ് നിങ്ങൾക്ക് നേരെ കൈവീശി കാര്യങ്ങൾ ഗ്രഹിക്കുകയായിരുന്നോ? ഉടൻ തന്നെ അർദ്ധവർഷം പിന്നിട്ടതാണോ? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതെ എന്നാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞ് അവന്റെ അല്ലെങ്കിൽ അവളുടെ സംപ്രായക്കാരേക്കാൾ നാഴികക്കല്ലുകളിൽ എത്തുന്നുവെന്നും നിങ്ങളുടെ വീട്ടിൽ വളർന്നുവരുന്ന ഒരു പ്രതിഭയുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു. തനിച്ചായിരിക്കാൻ മുൻഗണന നൽകുക. പ്രതിഭാധനരായ കുഞ്ഞുങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുകയോ പുസ്തകങ്ങൾ കളറിംഗ് ചെയ്യുകയോ പസിലുകൾ പരിഹരിക്കുകയോ ചെയ്യുന്നതിലൂടെ സ്വന്തം കമ്പനിയിൽ കൂടുതൽ സന്തുഷ്ടരാണ്. നിങ്ങളുടെ കുട്ടി അല്പം പ്രായമുള്ള കുട്ടികളുടെ കൂട്ടുകെട്ട് തേടുകയാണെങ്കിൽ, അത് അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉയർന്ന വൈകാരികവും ബൗദ്ധികവുമായ ധാരണ നേടുക എന്നതാണ്. കുട്ടികളിലെ ഉയർന്ന ബുദ്ധിശക്തിയുടെ ലക്ഷണങ്ങളിലൊന്നാണിത്. ശാഠ്യക്കാരനാകാം. ധാർഷ്ട്യമുള്ള ഒരു കുട്ടി നിങ്ങളുമായി ചർച്ചകൾ നടത്തുകയും അവൻ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് നേടുകയും ചെയ്യും. ഇത് ചെയ്യാൻ കഴിയുക എന്നത് ബുദ്ധിശക്തിയുടെ ഉറപ്പായ അടയാളമാണ്. എക്സ്ട്രീം ഫോക്കസ്. കുഞ്ഞുങ്ങൾക്ക് ചെറിയ ശ്രദ്ധാകേന്ദ്രങ്ങളാണുള്ളത്. അവർക്ക് ചുറ്റും സംഭവിക്കുന്ന ഒരു പുതിയ ശബ്ദമോ ചലനമോ മൂലം അവർ എളുപ്പത്തിൽ ശ്രദ്ധ തിരിക്കും. കഴിവുള്ള ഒരു കുട്ടിക്ക് 6 മാസത്തെ പ്രായത്തിൽ എത്തുന്നതിനു മുമ്പുതന്നെ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അത്തരം കുഞ്ഞുങ്ങൾക്ക് 10 അല്ലെങ്കിൽ 11 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ആകൃതികളും നിറങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയും. വളരെ ഉയർന്ന ജിജ്ഞാസ. നിങ്ങളുടെ പിഞ്ചുകുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പര്യവേക്ഷണം ചെയ്യുകയും 1,00,000 ചോദ്യങ്ങൾ ചോദിക്കാനും കുഞ്ഞ് താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഉയർന്ന ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടി ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പ്രിയപ്പെട്ട ടോയ് ട്രെയിനോ മൃദുവായ കളിപ്പാട്ടമോ തുറന്ന് ഉള്ളിലുള്ളത് എന്താണെന്ന് കാണാൻ ബുദ്ധിമാനായ ഒരു കുഞ്ഞിൽ നിന്ന് പെരുമാറ്റം പ്രതീക്ഷിക്കാം. പ്രശ്നപരിഹാരം. നിങ്ങളുടെ കുട്ടി പ്രതിഭാധനനാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പുതിയതും ഒരുപക്ഷേ മെച്ചപ്പെട്ടതുമായ മാർഗങ്ങൾ കണ്ടെത്തും. ഇതിൽ അസാധാരണമായ പരിഹാരങ്ങളും ഉൾപ്പെട്ടേക്കാം. സമപ്രായക്കാരേക്കാൾ നേരത്തെ തന്നെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ മിടുക്കരായ കുഞ്ഞുങ്ങൾക്ക് കഴിയും. കുറഞ്ഞ സമയത്തെ ഉറക്കം. പ്രതിഭാധനരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ഊർജ്ജ നിലയുണ്ടാകും. അവർക്ക് ധാരാളം ഉറക്കം ആവശ്യമില്ല, എന്നാൽ കുറഞ്ഞ ഉറക്കം അവരെ ബാധിക്കുന്നില്ല. ഉയർന്ന ജനനഭാരം. നവജാത ശിശുക്കളെക്കുറിച്ച് നടത്തിയ വിവിധ പഠനങ്ങൾ വലിയ ജനനഭാരമുള്ള കുട്ടികളിൽ അല്പം ഉയർന്ന ബുദ്ധി കാണിക്കുന്നു. വ്യത്യസ്ത ഭാഷകൾ കേൾക്കൽ. ഒന്നിൽ കൂടുതൽ ഭാഷകൾ അറിയാവുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ബുദ്ധി പരീക്ഷണങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും
പിന്നീട് മികച്ച നിലവാരമുള്ള ജീവിതം നയിക്കാനും പ്രാപ്തരാണ്. ഉയരമുള്ള കുഞ്ഞുങ്ങൾ അക്കാദമിക് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഘടനാപരമായ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പുതന്നെ കോഗ്നിറ്റീവ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഉയരമുള്ള കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. നന്നായി ഓർക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ശരിക്കും ഒരു അതിബുദ്ധിമാനായ കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി മുമ്പ് സന്ദർശിച്ച സ്ഥലങ്ങൾ, ആളുകളുടെ പേരുകൾ, പ്രത്യേക സ്ഥലങ്ങൾ എന്നിവ ഓർക്കാൻ അധിക സമയം ആവശ്യമില്ല. ഉജ്ജ്വലമായ ഭാവൻ. നിങ്ങളുടെ കുട്ടി കഥകൾ മെനയുകയാണോ അതോ സാങ്കൽപ്പിക സുഹൃത്തുക്കളുമായി കളിക്കുകയാണോ? നിങ്ങളുടെ കുട്ടി അവന്റെ അല്ലെങ്കിൽ അവളുടെ പ്രായത്തിന് വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതെ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രതിഭ വളരുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. മാതാപിതാക്കളെ നേരെ നോക്കുന്നു. ഒരു കുഞ്ഞ് അവരുടെ മാതാപിതാക്കളുമായി നേരിട്ട് കണ്ണ് സമ്പർക്കം പുലർത്തുന്നത് കുഞ്ഞിന് ഉയർന്ന ഐക്യു ഉണ്ടെന്നതിന്റെ അടയാളമായി കണക്കാക്കാം. ഹായ് സുഹൃത്തുക്കളെ, ഇതുവരെയും പെൻപാൽ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് മൂല്യബോധമുള്ള കമന്റ്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. Thanks for watching, and may this video inspire you.